പറഞ്ഞു കേട്ടെടുത്തോളം ഇതൊരു നല്ല ബന്ധമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി ആ പെൺകുട്ടിയുടെ ജാതകം നോക്കുമ്പോ വല്ല ചൊവ്വാദോഷവും മണ്ണാങ്കട്ടയോ ഉണ്ടെന്ന് ആ പണിക്കര് പറഞ്ഞ പിന്നെ അത് മതി അവന്. അതൊക്കെ ഞാനേറ്റ്. തലക്ക് മീതെ വെള്ളം വന്ന അതുക്ക് മേലെ തോണി എന്നുള്ള മട്ടുകാരനെ ഗോപിനാഥൻ. മാഷ് കയറ്. നീ എന്താ കണക്ക് കൂട്ടണേ? അല്ല, രാവിലെ 9:30 ചാക്കുമാഷ് പറഞ്ഞു. അതെ, പക്ഷെ 9 മണിക്ക് രാഹു തുടങ്ങും. അതിനെന്താ, കാലത്തെ ഇവിടുന്ന് 8:30 മണിക്ക് ഇറങ്ങിയാ പോരെ? പക്ഷെ ഇറങ്ങാൻ നേരത്ത് വല്ല കാക്കയെ പൂച്ചാണ് കണിയെങ്കിൽ അതിന് നീ വിഷമിക്കണ്ട, ഞാൻ വരാവിടാ. കാലത്തെ നീ കുളിച്ച് കുറിയിട്ട് വരുമ്പോ ഞാൻ ഈ പൂമുഖത്തുണ്ടാകും ഇങ്ങനെ. അതെന്താ, എന്നെ കണി കണ്ടാ കൊള്ളൂല്ലേ? കൊള്ളും, പക്ഷെ എങ്ങനെ കൊള്ളും, എവിടുന്ന് കൊള്ളും, എത്ര കൊള്ളും എന്നുള്ള കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ. എന്നാ നീ പോയി ആ വിഷുക്കണി ഞാനൂരെ വിളിച്ചോണ്ട് വാ. അല്ല പിന്നെ വിഷുക്കണി ജാനു അമ്മാവൻ പറഞ്ഞപ്പോഴാ ഞാൻ ഓർത്തത്. വേശ്യാസ്ത്രീ യാത്രയുമൊക്കെ ശോഭനമെന്ന ശകുനശാസ്ത്രം. നിന്റെ ഒരു ശാസ്ത്രം അവളെ കാണാൻ ഇറങ്ങി പുറപ്പെടും മുമ്പ് തന്നെ ടയർ പഞ്ചറായി. അത് നിന്റെ മൂലത്തിന്റെ കുഴപ്പാ. എന്റെ മൂലത്തിന് ഒരു കുഴപ്പമില്ല. ജനിച്ചിട്ട് ഇന്നേ വരെ ഒരു കുരു പോലും വന്നിട്ടില്ല. അതല്ല, നിന്റെ ജന്മനക്ഷത്രം. നീ രാവിലെ ഇറങ്ങാൻ നേരത്തെ ആരെ കണിയേണ്ടത്? എന്റെ തള്ളന്ന് വിറകീറണത് എന്തുകൊണ്ട്? എന്റെ സദാനത്ത് എന്ത് ചോദ്യം? പേനയും കൊണ്ട് വിറകിടാൻ പറ്റുമോ? കോടാലിയും കൊണ്ട്. കൊള്ളാം. എടാ, ടയറല്ല, നിന്റെ വയറ് പഞ്ചറാകത്തത് ദൈവഭാഗ്യ. കോടാലി, മമ്മട്ടി, വാക്കത്തി ഒക്കെ കുഴപ്പാ. നല്ല പശുവിനെയോ നിറകൊടോ വല്ല ഇരട്ട ബ്രാഹ്മണന്മാരൊക്കെ കണിയണ്ടിരുന്നെങ്കിൽ ശരിയാ. ദിവസവും ഇരട്ട ബ്രാഹ്മണരെ കണി കണ്ടതുകൊണ്ടാ ജോർജ് ബുഷ് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്നേ. ഒരു പത്രത്തിലുണ്ടായിരുന്നു. പരിഹസിക്കല്ലേ? അങ്ങേര് പ്രസിഡന്റ് ആയത് ദിവസവും ഡെഡ് ബോഡി ശകനം കാണുന്നോണ്ടാ. അതേടാ, ഡെഡ് ബോഡി ഏറ്റവും നല്ല ശകന. അങ്ങനെയാണെങ്കിൽ സർക്കാർ ആശുപത്രിയിലെ മോർച്ചറിയിലെ വാട്ടർമാര് എന്നേ ഇന്ത്യൻ പ്രസിഡന്റായി മാറിയേനെ. അതാണ് പ്ലേ ഗ്രൗണ്ട്. പ്ലേ ഗ്രൗണ്ടോ? അത് വീടല്ലേ? ആ വിഷ്കണി ജാനുവിന്റെ വീട്. നീ വേഗം ചെല്ലി, അകത്താരുമില്ല. അത് നിനക്കെങ്ങനെ മനസ്സിലായി? എടാ, ഉമ്മർത്ത് പച്ചച്ചില്ലുള്ള ചിമ്മിന് കത്തിരിപ്പുണ്ട്. അത് വെൽക്കം സിഗ്നലാ. അത് ശരി. അപ്പൊ നീ അവിടെ പോവാറുണ്ടോ? നീ വെറുതെ ഒന്ന് പറയല്ലേ. അവരെനിക്ക് അമ്മയെ പോലെയാ. ഞാനവിടെ പോവേ ഒരിക്കൽ. ഒരു വൈകുന്നേരം 5:30-6 മണി, ഏതാണ്ട് സന്ധ്യാസമയത്ത്, രാത്രി ഏകദേശം 1:30, 2, 3 മണിയായി കാണും. ഒരു ചുവന്ന ചുരിദാറായിട്ട് ഞാൻ അവരുടെ വാതിക്ക് ചെന്ന് മുട്ടി. അവര് വാതിൽ തുറന്നു. ഞാൻ സ്നേഹത്തോടെ എന്റെ ഹൃദയം തുറന്നങ്ങോട്ട് സംസാരിച്ചു. അവരെന്നെ മോനെ എന്നൊരൊറ്റ വിളിയാ. നിന്നെ മോനേന്നോ? മോനേന്ന് വിളിച്ചതിന്റെ മുമ്പിലായിട്ട് ഒരു 5-6 വർഷം വേറെ ഉണ്ടായിരുന്നു. നാട്ടിൽ അതിനെ തെറിയെന്നൊക്കെ പറയും. ഞാനത് ശ്രദ്ധിക്കാൻ പോയില്ല. നമുക്കാ എന്തോ വേണ്ട, അവർക്ക് ആ ചുരിദാറും വേണ്ട. അത് ശരി. എന്തായാലും നീ അവിടെ വരെ ഒന്ന് വാങ്ങി. അവിടെ ചെന്ന് തല്ലു വാങ്ങാൻ ഞാനില്ല. പിന്നീന്ന് വിളിക്കല്ലേ, ഒരു നല്ല കാര്യത്തിന് പോകുമ്പോഴാ. ഒരു നല്ല കാര്യം. എന്റെ പൊന്നുമോൻ കെട്ടുന്നിടത്ത് ശബരിമലക്ക് പോയല്ലേ. ആ ചെല്ലി ചെല്ലി. ഓർത്ത് നിൽക്കാണ്ടില്ലേ? വിഷുക്കണിയുടെ ബ്രോക്കറാണെന്ന് തോന്നണ. ഇന്ന് അവന്റെ കട്ടളം ചെല്ലും അടിച്ചലക്കിട്ടുള്ള കാര്യം. ജാനു, ജാനു, ഈശ്വര, ഇതാരാ മാഷു? എനിക്ക് അത്യാവശ്യമായിട്ട് ജാനുവിനെ ഒന്ന് കാണണമെന്ന് തോന്നി. അത് ഈ സമയത്ത് ഒരാള്. ആളോ? അപ്പോ പച്ച വെളിച്ചം? അത് ഞാൻ കെടുത്താൻ മറന്നുപോയതാ. നാളെ രാവിലെ 8 മണിക്ക് തറവാട്ടിലേക്ക് ഒന്ന് വരണം. തറവാട്ടിലേക്കോ? ആരെങ്കിലും കണ്ടാലോ? അത് കുഴപ്പമില്ല, അമ്മാവനും പറഞ്ഞിട്ടുണ്ടേ. പിന്നെ വരുമ്പോ കുളിച്ച് ഐശ്വര്യമായിട്ട് നല്ല മുല്ലപ്പൂക്ക് ചൂടിട്ട് വരണം. 50 രൂപ അഡ്വാൻസ് ആയിട്ട് കൂട്ടിയാ മതി. അയ്യോ, ഇതൊന്നും വേണ്ടായിരുന്നു. മാഷ് എനിക്ക് നല്ല വിശ്വാസാ. മാഷ് ധൈര്യമായിട്ട് വയ്ക്കും. അപ്പൊ പറഞ്ഞ പോലെ രാവിലെ കൃത്യം 8 മണിക്ക്. അത് കഴിഞ്ഞ രാഹുവാ. ഈശ്വര, ഇതിനൊക്കെ രാഹു നോക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണുക. നിനക്ക് എന്ത് പറ്റിട്ടാ? എന്നെ പോലെ വേറെ ആരോ ഇവിടെ ഉണ്ട്. അതുറപ്പാ. അവൻ ബ്രോക്കറാണോ എന്നൊരു സംശയം. 3 അജ്ഞാത ശക്തികൾ വന്ന് വെറുതെ ബീഡിയും വലിച്ച് കൊതുകിനെയും കൊന്നുനിന്ന എന്നെ മോനേന്ന് വിളിച്ച് അവരുടെ കൈകൾ കൊണ്ട് എന്റെ എല്ലാ സിസ്റ്റംസും കേടാക്കി. പിന്നെ ഞാനിവിടെ കിടന്നത് നിന്നോടൊരു കാര്യം പറയാനാണ്. നാളെ നിനക്ക് കണി കാണാൻ എന്റെ ഡെഡ് ബോഡിയുമായിട്ട് ഞാൻ വരും. സഖാവേ, അഭിവാദ്യങ്ങൾ. എടിയേ, മണി 8 അതിന് കാലത്ത് 8 മണിക്ക് പുറപ്പെടണമെന്നല്ലേ സദാനന്ദൻ പറഞ്ഞത്? ഇറങ്ങി വരുമ്പോ അപശകുനമായിട്ട് നിന്നെ കാണണ്ട, പിന്നാപ്പുറത്തെങ്ങാനും പോയി മാറി നിന്നോ.
എന്നെ കണ്ട ഒരു കുഴപ്പമില്ല, നിങ്ങളെ കാണാതിരുന്നാ മതി. ഓ എല്ലാവരും മാറിക്കോളൂ. സദാനന്ദൻ ഇറങ്ങാണ്. ആളിറങ്ങുന്നു, 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 ആളിറങ്ങുന്നു. ഈശ്വര, കാലടിയില്ലോ. ആ വിഷുക്കണി ജാനുവിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ദൈവമേ, കുഴപ്പിക്കല്ലേ. ഇതാരാ കസൻ? വാതിലെവിടെ? ഇതെന്താ ഇവനീ കാണിക്കണേ? ഒന്നുമില്ല. ആ ഗേറ്റിന്റെ അവിടെ ആരെങ്കിലും വരുന്നുണ്ടോന്ന് ചേച്ചി നോക്കി. ഇവന്റെ ഒരു കാര്യം. അയ്യേ, ഇവളെന്തിനാ ഇങ്ങോട്ട് വരണേ? ആരാ? ആ വിഷുക്കണി ജാനുവേ. ഈശ്വര, ശകുനത്തിൽ ആനയുടെ പിൻഭാഗം കാണുന്നത് ഐശ്വര്യം. എല്ലാം കഴിഞ്ഞു. അമ്മ, ഇത് ആരാ കേറി വരണേ നോക്കി. നിക്കട്ടെ അവിടെ. നിനക്ക് എന്തായാലും ഇവിടെ കാര്യം? വേഗം ഇറങ്ങി പോയിക്കോ. അമ്മാവനെ ഞാൻ നിന്നെ കണ്ടാലുണ്ടല്ലോ. ഓ, അമ്മാവൻ പറഞ്ഞിട്ട് തന്നെയാ ഞാൻ വന്നത്. അമ്മായി, സദാനന്ദ, നീ ഇത് കേട്ടോ? അമ്മാവൻ പറഞ്ഞിട്ടാ ഇവള് വന്നിരിക്കുന്നതെന്ന്. അമ്മായി വിഷമിക്കല്ലേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. നീ ഒന്നും പറയണ്ട, എനിക്കൊന്നും കേക്കണ്ട. എന്താ പ്രശ്നം? വൃത്തിയായിട്ട മനുഷ്യൻ ഉടുപ്പൂടാൻ നടക്കുന്നുണ്ടില്ലേ? ആരാ കാണിക്കാനാ? സത്യം പറ, ഇവളോട് എന്തിനാ വരാൻ പറഞ്ഞത്? എന്താ കല്യാണം നീ പറയണേ? അമ്മാവനെ നിന്നെ വിഷുക്കണി ജാനുവിനെ വിളിക്കണമെന്ന് പറഞ്ഞില്ലേ? ഞാനോ? എപ്പോ? സമയം ഓർമ്മയില്ല, പക്ഷെ പറഞ്ഞു. അയ്യോ, എന്റെ ഭഗവാനേ, എന്നെ അങ്ങോട്ട് ഉറപ്പില്ലാത്ത ആളാ. മതിയായില്ലേ നിനക്ക്? ഇറങ്ങി പോടി ഇവിടുന്ന്. എടിപൊടിന്നൊക്കെ വിളിച്ചാലുണ്ടല്ലോ, ഞാൻ വെറുതെ വലിഞ്ഞു കയറി വന്നോളൊന്നുമില്ല. 50 രൂപ അഡ്വാൻസ് തന്ന് കാലത്ത് 8 മണിക്കൂടെ വരണമെന്ന് എന്റെ വീട്ടിൽ വന്ന് പറഞ്ഞോണ്ട് വന്നതാ. ഇപ്പൊ പിടികിട്ടി. എന്റെ കല്യാണി നല്ലൊരു കാര്യത്തിന് ഇറങ്ങുമ്പോ ഇങ്ങനെയുള്ളവളുമാരെ കണുകെട്ടോട്ട് ഇറങ്ങുന്നത് നല്ലതാണെന്ന് ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ ഇവനോട് അറിയാതെ പറഞ്ഞു പോയതാ. ഓഹോ, അപ്പൊ കണി കാണാൻ വിളിപ്പിച്ചതാണല്ലേ? കേറണം കേട്ടവനെ, അന്തസ്സായിട്ട് ജീവിക്കാനും സമ്മതിക്കില്ല. പറയുമ്പോ എല്ലാം പറയണമല്ലോ. പഠിപ്പ് കഴിഞ്ഞിട്ട് മതി വിവാഹം എന്നായിരുന്നു മൊത്തത്തിലുള്ള ഒരു തീരുമാനം. പക്ഷെ ഇതിപ്പോ മനക്കപ്പിള്ളി തറവാട്ടിൽ നിന്ന് പെണ്ണിനെ ഇഷ്ടപ്പെട്ടൊരു പയ്യൻ വന്നതുകൊണ്ടാ ആലോചിക്കാവുന്ന വെച്ചത്. ഇഷ്ടമെന്ന് പറഞ്ഞാ വെറുതെ ഒരു ഇഷ്ടമല്ല. സദാനന്ദൻ മാഷിന്റെ ലസാഗു ഒത്ത ഒരേ ഒരു പെണ്ണാണ് സുമംഗല. ലസാഗു എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് ഈ കളമൊക്കെ വരച്ചിട്ട് ശാശൂശി ക്ലാക്ലൂക്ലി എന്നൊക്കെ എഴുതിയൊരു സാധനം ഉണ്ടല്ലോ, ഗ്രഹനില. അതന്നെ. അതിന് ഇവളുടെ ജാതകം ഞങ്ങൾ തന്നില്ലല്ലോ. മാഷ് ഉദ്ദേശിച്ചത് ലക്ഷണപ്പൊരുത്താ. അതിന് ജാതകം ആവശ്യമില്ല അല്ലേ? ജാതകം പൊരുത്തായിരിക്കുന്ന എന്റെ മനസ്സ് പറയണേ. എന്റെയും. ചുമ്മാരി. ഗോപിനാഥൻ ഒന്നിങ്ങോട് വന്നേ, വാ. നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാറുണ്ടോ? സംസാരിച്ചോ, ഞാനൊരു തടസ്സമാകുന്നില്ല. എവിടെ വീട്? അല്ല, ചോദിക്കാനും പറയാനുള്ളതൊക്കെ ഒരു ഫുൾ സ്റ്റോപ്പ് പോലും ഇല്ലാതെ സുമംഗലയുടെ കൊച്ചച്ഛൻ വിസ്തരിച്ച് പറഞ്ഞേ. ചോദിക്കാത്ത എന്തെങ്കിലും ചോദിക്കണമെന്ന് വിചാരിച്ച് ചോദിച്ചു പോയതാ. അതിങ്ങനെയായി പോയി. ഒന്നുമില്ല. ടിവിയിൽ വരുന്ന നക്ഷത്രവാരബലമൊക്കെ കാണാറുണ്ടോ? ചിലപ്പോഴൊക്കെ. ഒരു ചോദ്യം ചോദിച്ചോട്ടെ? എളുപ്പമുള്ള ചോദിക്കോ? ധനുക്കൂറില് എത്ര നക്ഷത്രമുണ്ട്? ഒരു ക്ലൂ തരുവോ? ഒറ്റ സംഖ്യയാണ്. 3 ഉത്തരം ശരിയാണ്. മനക്കപ്പള്ളി സദാനന്ദന്റെ വക ഒരു താലിമാല സമ്മാനമുണ്ട്. ജ്യോത്സ്യത്തിലും ശകുനത്തിലൊക്കെ വിശ്വാസമുണ്ടോ? അങ്ങനെയൊന്നുമില്ല. അമ്പലത്തിൽ പോകാൻ തൊഴും, അത്രേ ഉള്ളൂ. പക്ഷെ അമ്മയ്ക്ക് ഭയങ്കര വിശ്വാസ. ഞാൻ അരക്ക് കെട്ടിപ്പിടിക്കണ പ്രായമാകുമ്പോ എന്റെ അച്ഛൻ മരിക്കുന്നൊരു ജോത്സ്യർ പറഞ്ഞിരുന്നു അത്രേ. പിന്നെ അതുപോലൊക്കെ സംഭവിച്ചു എന്നാ പറയണേ. അറിയാവുന്നവര് പറഞ്ഞ അച്ചട്ട.
ഇപ്പൊ തന്നെ സുമംഗലെ ഞാൻ കണ്ടുമുട്ടിയതും അതുകൊണ്ട് തന്നെയാ ജാതകം പൊരുത്താവൂന്ന് ഞാൻ പറയാൻ കാരണം. അല്ല, സുമംഗലയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിറം ഏതാ? എനിക്കെല്ലാ നിറം ഇഷ്ടാ. എന്റെ ഈശ്വര, ഞാൻ എന്തായി കേക്കണേ? ഒരാൾക്ക് എല്ലാ നിറം ഇഷ്ടാവേ? ഹോ, അടി അടിച്ചിരുന്നെങ്കി ഇപ്പൊ കല്യാണം കലങ്ങേനെ. ആളെങ്ങനെയുണ്ട്? ആള് ജ്യോതിഷരത്ന സദാനന്ദ പണിക്കരാ.